ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആണ് കേട്ടോ. മലയാളം മീഡിയമാണ്. അപ്പം സെക്കൻഡ് ടൈമിലൊരു സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മോഡലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ന്യൂ ടെക്സ്റ്റ് ആയിട്ടുള്ള പുതിയ ബുക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ഇത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. റോയിയും അമ്മയും ചായ ഉണ്ടാക്കുകയാണ്. ചായ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ റോയ് നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തുകയാണ് കേട്ടോ. നമുക്ക് ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 എന്താണ്, വെള്ളം തിളയ്ക്കുന്നു. 2 പാത്രം ചൂടാകുന്നു. 3 വികിരണം എന്നാ. അപ്പോൾ മൂന്നാമത്തെ അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കൂ, വെള്ളം തിളയ്ക്കുന്ന ഏത് വഴിയാണ്? ഏതാണ്? ചാലനാണോ? യെസ്, ചാലനം അല്ലേ. അടുത്ത എന്താണ്? പാത്രം ചൂടാക്കുമ്പോൾ എന്താണ്? സംവഹനം അല്ലേ. പിന്നെ വികിരണം എന്താ? ചൂട് അനുഭവപ്പെടുകയാണ് അല്ലേ. അപ്പോൾ അവിടെ അങ്ങനെ എഴുതുക കേട്ടോ. 1 എന്താണ് ഇവിടെ? ചാലനം. 2 സംവഹനാണ്. 3 എന്താണ്? 3 ചൂട് അനുഭവപ്പെടുന്നു അല്ലേ. ദെൻ സുചാരകങ്ങൾക്ക് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സുചാരകങ്ങൾക്ക് ഉദാഹരണം എന്താണ്? അലൂമിനിയം, ചെമ്പ്, ഇരുമ്പ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ചാലനത്തിലും സംവഹനത്തിലും താപപ്രേഷണം നടത്തുമ്പോൾ തന്മാത്രകൾ വഹിക്കുന്ന പങ്ക് എന്താണെന്ന് ചോദിച്ചത്. ചാലനത്തിലും സംവഹനത്തിലും താപപ്രേഷണം നടക്കുമ്പോൾ തന്മാത്രകൾ വഹിക്കുന്ന പങ്ക് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ്? തന്മാത്രകൾ എന്താണ്? മാധ്യമമായി നിലകൊള്ളുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അടുത്ത എന്താണ്? പ്രവർത്തനം 2 ആണ് കേട്ടോ. നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ചില അവയവങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ചെറുകുടലുണ്ട്, ആമാശയം, വൻകുടൽ, വായ, മലദ്വാരം, അന്നനാളം അല്ലേ. ഇതിൽ ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ്? ഏത് ഭാഗത്ത് വെച്ചിട്ടാണ്? യെസ്, ചെറുകുടലിൽ വെച്ചിട്ട് അല്ലേ. ഓക്കെ, ദെൻ അടുത്ത എന്താ നോക്കിയേ. ഏതാണ് പെരിസ്റ്റാൾസിസ്? ഇതിലെ പെരിസ്റ്റാൾസിസ് ഏതാണ്? അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനാണ് അല്ലേ. ഓക്കെ, അടുത്തത്. മാംസാരികളുടെ കോമ്പലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചവയാണ്. ഇത് അവയുടെ ആഹാര രീതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു ആഹാരമൊക്കെ കടിച്ച് അല്ലെ, മാംസം കടിച്ചു കീറാനാണ് അല്ലെ. ദെൻ അടുത്ത് നോക്കൂ. പോഷണത്തിന്റെ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാൻ അല്ലെ. ആഹാരം സ്വീകരിക്കുക, പിന്നെന്താ? എന്താ? ദഹനം അല്ലെ. പിന്നെ ആഗിരണം, പിന്നെന്താണ്? സ്വാംശീകരണം, പിന്നെ മലവിസർജനം. ഓക്കെ, ദെൻ അടുത്ത എന്താ നോക്കിയേ. എന്താണ്? പ്രവർത്തനം 3 ആണ് അല്ലേ. മനുവിന് പനിയാണെന്നാണ് അവന്റെ അമ്മ പറഞ്ഞത്. മനുവിന്റെ ശരീര താപനില അറിയാൻ ഉള്ള ഉപകരണം ഏതാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? തെർമോമീറ്റർ. ഓക്കെ, ദെൻ അടുത്ത നോക്കിയേ. താപനിലയുടെ യൂണിറ്റുകൾ ഏതെല്ലാം? താപനിലയുടെ യൂണിറ്റ് എന്താ? ഡിഗ്രി സെൽഷ്യസ്, പിന്നെ ഡിഗ്രി ഫാരൻഹീറ്റും. ഓക്കെ, അടുത്ത എന്താണ്? മനുഷ്യന്റെ സാധാരണ ശാരീര താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ലബോറട്ടറിയിൽ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലബോറട്ടറിക്കൽ തെർമോമീറ്റർ. ഓക്കെ, ഇതൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയാൽ പ്രവർത്തനം 4 ആണ് കേട്ടോ. ശ്വാസകോശത്തിന്റെ മാതൃക ശ്രദ്ധിച്ചേ, കണ്ടോ? നിങ്ങൾ ശ്വാസകോശത്തിന്റെ മാതൃക തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലോ അല്ലെ. ഈ മാതൃകയിൽ വൈറ്റ് ട്യൂബിൽ ഉറപ്പിച്ച ബലൂണുകൾ ശ്വസന വ്യവസ്ഥയുടെ ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? ശ്വാസകോശത്തെ അല്ലെ, ശ്വാസകോശത്തെയാണ് അല്ലെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഉച്ഛ്വാസവായുവിൽ 21% ഓക്സിജനും നിശ്വാസവായുവിൽ 15% ഓക്സിജനുമാണുള്ളത്. ഈ വ്യത്യാസത്തിന് കാരണം എന്താണ്? ശാരീരിക പ്രവർത്തനത്തിനായി വ്യത്യാസത്തിന് കാരണം ശാരീരിക പ്രവർത്തനത്തിനായി ഉപയോഗപ്പെടുത്തുന്നു അല്ലെ. അതാണ് കാരണം വരുന്നത് അല്ലെ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയപ്പോൾ വരുന്ന താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ പട്ടികയിൽ ക്രമീകരിച്ച് എഴുതുക. ഉച്ഛ്വാസവും നിശ്വാസവും അല്ലെ. ഇതിൽ ഇപ്പൊ തന്നിട്ടുണ്ട്. അപ്പൊ ഉച്ഛ്വാസം ഏതാ, നിശ്വാസം ഏതാന്ന് എഴുതല്ലേ. അപ്പൊ ഉച്ഛ്വാസം ഏതൊക്കെയാ? ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. നിശ്വാസം ഔരസാശയത്തിലെ വ്യാപ്തി കുറയുന്നു, വായു ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം വർദ്ധിക്കുന്നു അല്ലെ. നെക്സ്റ്റ് എന്താണ് നോക്കിയ പ്രവർത്തനം 5 ആണ് അല്ലെ. ക്ലാസ്സിൽ ഒരു കുട്ടി നിർമ്മിച്ച പെരിസ്കോപ്പിന്റെ ചിത്രം നോക്കൂ. പെരിസ്കോപ്പിന്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ? വിശദീകരിക്കുക. പോരായ്മകളുണ്ടോ? തെറ്റാണല്ലേ. മുകളിലെ സമതല ദർപ്പണം ശരിയല്ല. അതിന്റെ പോളിഷ് ചെയ്ത പ്രതലമാണെന്ത്? മരത്തിന് അഭിമുഖമായി ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെ. കണ്ടോ? ഇത് തെറ്റാണ്. ഇത് താഴോട്ടേക്കാണ് കാണിക്കുക അല്ലെ. അപ്പൊ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇത് തെറ്റാണല്ലേ. ചിത്രം ശരിയായി വരച്ച് പ്രകാശപാത ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുക കേട്ടോ.
പിന്നെ അടുത്ത എന്താണ്, ഈ ഉപകരണത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്ര തത്വം ഏതാണ്? ആവർത്തന പ്രതിപതനം അല്ലേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കിയേ, പ്രവർത്തനം 6 ബാർബർ ഷോപ്പിൽ ഒരു കുട്ടിക്ക് തന്റെ പ്രതിബിംബം മുമ്പിലും പിറകിലും ഇരുവശത്തും കാണാൻ സാധിച്ചു. കുട്ടിക്ക് തന്റെ പ്രതിബിംബം എല്ലായിടത്തും കാണാൻ സാധിച്ചത് ഏത് പ്രതിഭാസം മൂലമാണ്? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആവർത്തന പ്രതിപതനം. ഓക്കെ. ദെൻ 2 സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കോണളവ് വർദ്ധിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു അല്ലെ. 360/x ആണ് വരുന്നത്, ഈക്വൽ -1 അല്ലെ. 360/x -1 ആണ് ഇതിൻ്റെ അല്ലേ. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഈ പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞു. കോണളവ് 30 ഡിഗ്രി ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? 360/30 -1 ചെയ്യുക അല്ലെ. അതുപോലെ 60 അങ്ങനെ തന്നെ 360/60 -1 ചെയ്യുക. 90/360 അല്ല 360/90 -1 ചെയ്യുക. നമ്മൾ ഇക്വേഷൻ അതല്ലേ ഇടുന്നു, 360 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30ന്റെ 11 കിട്ടും, 90ന്റെ 3 കിട്ടും, 120. അങ്ങനെ തന്നെ 360/120 -1 ചെയ്താൽ 2 കിട്ടും അല്ലേ. ഇങ്ങനെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, പ്രവർത്തനം 7 ആണ് കേട്ടോ. എന്താണ്? രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ. രക്തകോശങ്ങളും രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ അല്ലേ. അപ്പൊ ചുവന്ന രക്തകോശങ്ങളും ഹൃദയവുമാണ്. അപ്പൊ പിന്നെ ഹൃദയമാണ് എന്ത് ചുവന്ന രക്തകോശങ്ങൾ വരുന്നത്. പിന്നെ അടുത്ത ഏതായിരിക്കും? വെളുത്ത രക്തകോശങ്ങളോ രക്തം അല്ലെ, അതിന്റെ ഭാഗം. പ്ലേറ്റ്ലെറ്റ് രക്തക്കുഴലുകളിലാണ് അല്ലെ, അതിന്റെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗമാണത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ, രക്തത്തിന്റെ ചുവപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ്? എന്താണ്? ഹീമോഗ്ലോബിൻ ആണ് അല്ലെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സമീകൃതമായ ആഹാരം ശീലിക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക, മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക അല്ലെ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ അതിപ്പോ പറഞ്ഞല്ലേ. അടുത്ത എന്താണ്? രാജുവും അച്ഛനും കൂടി രാവിലെ 11 മണിക്ക് ബീച്ചിൽ പോയി. അവിടെ ഏതാനും മണിക്കൂറുകൾ ചെലവഴിച്ചു. കടൽക്കാറ്റാണോ കരക്കാറ്റാണോ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക? പകൽ ഏത് കാറ്റാണ് ഉണ്ടാവുക? കടൽക്കാറ്റാണ് അല്ലെ. നെക്സ്റ്റ് നോക്കുക, പകൽ സമയത്ത് കടലിലാണോ കരയിലാണോ ചൂട് കൂടുതൽ ഉണ്ടാവുക? ഏതിനാ? കരയിലാണ് ചൂട് കൂടുതൽ അല്ലേ. ദെൻ കരയിലാണോ കടലിലാണോ രാത്രിയിൽ വായുവിന് കൂടുതൽ തണുപ്പുള്ളത്? കരയിൽ അല്ലേ. ദെൻ കടൽക്കാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എന്താ? പകൽ ചൂടേറ്റ് കരയിലെ വായു ചൂടാവുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. മർദ്ദം കൂടിയ തണുത്ത വായു കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു അല്ലെ. കടലിൽ നിന്ന് കരയിലേക്കാണ് തണുത്ത വായു വീശുന്നത്. ഇതാണ് എന്ത്? കടൽക്കാറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നന്നായി പഠിച്ചിട്ട് എന്താണ് എക്സാം എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു.